ഞാനിവിടെ വന്നിട്ടുള്ള സമയത്ത് എന്റെ റൂം ഏകദേശം ചുറ്റുമായിട്ട് വ്യത്യസ്ത തരം സിമ്പിൾസും അതുപോലെ തന്നെ ഓരോരോ മൂലയ്ക്കും പാത്രങ്ങളിലൊക്കെ ഉപ്പാണെന്ന് തോന്നുന്നു, ഉപ്പാണോ വെച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ വ്യത്യസ്ത തരം കല്ലുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. അത് ഉപ്പെന്ന് പറഞ്ഞാല് നമ്മള് അത് ഗ്ലാസ് ബോട്ടിലുകളിലാണ് അത് കൂടുതലും വെക്കുന്നത്. അത് ഇല്ലാത്ത കാലഘട്ടത്തൊക്കെ അതുപോലും ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. അത് ചിരട്ടയിലായിരുന്നു വെച്ചിരുന്നത് കേട്ടോ. അപ്പോ അത് ക്രിസ്റ്റലാണ്. ക്രിസ്റ്റൽ, ഉപ്പ് ക്രിസ്റ്റൽ എന്ന് പറയും. അപ്പോൾ ഏറ്റവും ചെലവ് ചുരുങ്ങിയ സാധനമാണ് ഉപ്പ് എന്ന് പറഞ്ഞാൽ റോക്ക് ക്രിസ്റ്റലിന്. പിന്നെ ആ കറുത്ത കാണുന്നതെന്ന് പറഞ്ഞാൽ കല്ലെന്ന് പറഞ്ഞാൽ നമ്മള് അമത്തിസ്റ്റിന്റെ ക്രിസ്റ്റലാണ്, റോക്ക് ക്രിസ്റ്റലാണ്. അത് ടൈഗർ ഐ, അതുപോലെ നമുക്ക് ഒരുപാട് ക്രിസ്റ്റലുകളുണ്ട്, പലതരത്തിലുള്ള ക്രിസ്റ്റലുകളുണ്ട്. അപ്പൊ ഈ ക്രിസ്റ്റൽ നമ്മള് നമ്മുടെ വീടിനകത്തോ സ്ഥാപനത്തിനകത്തൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് എനർജി വരാം. ഒന്ന്, ഇവിടെ പഠിക്കാൻ വരുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഹീലിങ്ങിന് വരുന്നവരായിക്കോട്ടെ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല, പോസിറ്റീവ് എനർജി ഉള്ളവരായിരിക്കില്ല. അപ്പൊ അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കാൻ വരുന്നവർ. അപ്പൊ അവരൊക്കെ വന്ന സമയത്ത് നമ്മുടെ ഇവിടെ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി ഇവിടെ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ ക്രിസ്റ്റലിന് സാധിക്കും. അപ്പൊ അത് നമ്മുടെ വീടുകളിൽ സാധാരണ വെക്കാം. ഇത് ഇപ്പൊ സാർ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഈ കല്ലുകൾ വെക്കുന്നത്, ക്രിസ്റ്റൽസ് വെക്കുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജി മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ നമ്മള് നോർമലായിട്ട് നമ്മുടെ വീടുകളിലും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലേ? അത് സാധാരണ വീടുകളിൽ വെക്കാം, നിങ്ങൾക്ക് വെക്കാം. പക്ഷെ നിങ്ങൾ സാധാരണ ഉപ്പോ അല്ലെങ്കിൽ ക്രിസ്റ്റലൊക്കെയാണ് വെക്കുകയാണെങ്കിൽ പ്രോഗ്രാം അല്ല ചെയ്തു വെക്കുന്നത്. പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അപ്പൊ പ്രോഗ്രാമിങ് ചെയ്യണമെങ്കിൽ ഒരു റേക്കി ചെയ്യുന്ന ആളുടെ അടുത്ത് പോകണം, അദ്ദേഹത്തെ കൊണ്ട് വേണം ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പൊ അതിനൊരു നിശ്ചിത ദിവസമുണ്ട്. അപ്പൊ ഞാൻ സാധാരണ ഞാൻ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. 21 days ആണ് അത് വെക്കുക. അപ്പൊ 21 days നമ്മളത്, അതായത് ഉപ്പ് മാത്രം 21 days, മറ്റതൊക്കെ നമുക്ക് 6 മാസം, 1 വർഷമൊക്കെ നമുക്ക് പ്രോഗ്രാം. ഈ അമത്തിസ്റ്റിന്റെ ബ്ലാക്ക് ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അത് 6 മാസം, 1 വർഷമൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അതിനുശേഷം വീണ്ടും അതിന് ക്ലെൻസിങ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അപ്പൊ അതിൻ്റെ ആ എനർജി ഒരുപാട് വലിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അത് റീപ്രോഗ്രാം ചെയ്ത് വെക്കും. അപ്പോൾ ഉപ്പാണെങ്കിൽ നമ്മൾ 21 days വെച്ചതിന് ശേഷം 22ാമത്തെ ദിവസം നമ്മളതിന് വെള്ളത്തിൽ 21ാമത്തെ ദിവസം വന്ന് മിക്കവാറും ഞാൻ ഒഴുക്കി കളയാറുണ്ട്. വെള്ളത്തിൽ ഒഴുക്കി കളയുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസറ്റിൽ ഒഴിച്ച് കളഞ്ഞാലും മതി. അപ്പൊ അത് ശരിക്കും അത് കൈകൊണ്ട് തുടരുമെന്ന് പറയും. കാരണം തൊട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഉപ്പ് ഇവിടെ ഇരിക്കുന്ന ഉപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെടിയുടെ ചോട്ടിലൊക്കെ ചിലപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങി പോകുന്നതായിട്ട് കാണാം. അത് എത്രയും നെഗറ്റിവിറ്റി അത് അപ്പോൾ പറയും. ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉപ്പ് വെറുതെ നമ്മൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാലും ഉണ്ടാവുമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്തു നോക്കിക്കോളും. അപ്പോൾ അത് ഇതാവുമ്പോൾ പെട്ടെന്ന് വരും. അപ്പൊ നമ്മുടെ വീടുകളിലാണ് നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ 7 ദിവസത്തിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല. നിങ്ങൾ വെക്കാം വീടിന്റെ നമ്മുടെ കയറി ചെല്ലുന്ന നമ്മുടെ ഫസ്റ്റ് എൻട്രൻസിന്റെ ഭാഗത്ത് നമുക്ക് സൈഡിൽ വെക്കാം. 4 മൂലയ്ക്ക്, വീടിന്റെ 4 മൂലയ്ക്ക് വെക്കാം. ബെഡിന്റെ അടിയിൽ കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ നമ്മളൊരു ഗ്ലാസ് ടംബ്ലറിലാക്കി വെച്ചിട്ട് അത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ വെള്ളം കുറച്ച് ദിവസം 7 ദിവസം കഴിയുമ്പോൾ എടുത്ത് കളയാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് ഒരു എനർജി ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാതെ പലതരത്തിലുള്ള റെമഡീസ് ഉണ്ട്. റെമഡീസിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? അപ്പോൾ വേറെ റെമഡീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുകയ്ക്കുന്ന വീട്ടിൽ സന്ധ്യാസമയങ്ങളിൽ പുകയ്ക്കുന്ന, ഇപ്പം നമ്മൾ ഒരു 5 മണിയോട് കൂടിയിട്ട്, വൈകിട്ട് ഒരു 5 മണിയോട് കൂടിയിട്ട് റൂമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച്, അതിന് പറയുന്ന 2-3 ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു കഷ്ണം പച്ചമഞ്ഞൾ, അരിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് കല്ലുപ്പ്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ സാൻഡലിൻ്റെ ഇത് കിട്ടും, ലിക്വിഡായിട്ടുള്ള പെർഫ്യൂം കിട്ടും. അല്ലെങ്കിൽ ഇതായാലും മതി, ഈ ഇഞ്ചിപ്പുല്ലിൻ്റെ തൈലം. ഇപ്പോൾ ചന്ദന തൈലമോ ഇഞ്ചിപ്പുല്ലിൻ്റെ തൈലമോ അത് ഒരു 100 ml ഒക്കെ വാങ്ങിക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കലയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു മിക്സിയിലിട്ട് അടിച്ച് ഇതാക്കി 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ 100 ml ചന്ദന തൈലമോ അല്ലെങ്കിൽ ഇഞ്ചിപ്പുല്ലിൻ്റെ തൈലമോ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്മെല്ലും കിട്ടും.
ശേഷം നിങ്ങൾ പഠിച്ച് ഈ 6 മണിക്കുള്ളിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 5 മണിയോട് കൂടിയിട്ട് റൂമൊക്കെ അടിച്ച് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയിട്ട് ഈ വെള്ളം തളിച്ചതിന് ശേഷം ഒരു പിടി കല്ലുപ്പും അതിൻ്റെ കൂടെ ഇടണം. എന്നിട്ട് നിങ്ങൾ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ അത് ടോട്ടലി ക്ലെൻസ്ഡ് ആവും. ഇതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് അഷ്ടദ്രവ്യങ്ങൾ നിങ്ങൾ പുകയ്ക്കുന്നത് നല്ലതാണ്. വീടിനകത്ത് പുകയ്ക്കുക സന്ധ്യാസമയങ്ങളിൽ. അപ്പം ഇപ്പം ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നമ്മുടെ കൊതുകിൻ്റെ ശല്യം കുറയാനും നല്ലൊരു പ്യൂരിഫൈഡ് ആയിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മളിൽ തന്നെ ഒരു പോസിറ്റീവ്, ഓരോ വ്യക്തികളിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യും. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതിലൂടെ. ഓക്കെ സാർ, ഇപ്പൊ നമ്മൾ നേരത്തെ സാർ പറഞ്ഞല്ലോ ക്രിസ്റ്റൽസ്, ഒരു പ്രത്യേകതരം ക്രിസ്റ്റൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഒരു റേക്കി മാസ്റ്ററിന്റെ കയ്യിൽ നിന്നാണോ നമ്മളത് മേടിക്കേണ്ടത്? അത് പല രീതിയിലും ആയിരിക്കാം, പല രീതിയിലും. ഒരു മാസ്റ്ററുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം സജക്റ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സജക്ഷൻ അതേ പറയുന്നത് നിങ്ങൾ വേണ്ടി. അതിപ്പോ ചില ആളുകൾ നമ്മൾ ഒരു ബ്രേസ്ലെറ്റ് ആയിട്ട് നമ്മൾ കയ്യിൽ ധരിക്കുന്നുണ്ട്, മാലയായിട്ട് ധരിക്കുന്നവരുണ്ട്, ബോളായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. അപ്പൊ അതിന് ഓരോ ആളുടെ നക്ഷത്രം വെച്ചിട്ട് നോക്കിയിട്ടും, നമ്മളെ സംബന്ധിച്ച് നക്ഷത്രമല്ല നോക്കുക, നിങ്ങളുടെ സ്കാനിങ്, നിങ്ങളുടെ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കോളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ അത് സ്കാനിങ് ചെയ്യാന്ന് പറയാം. ഞാൻ പറഞ്ഞത് നേരത്തെ സ്കാനിങ് ചെയ്യാന്ന് പറയാം. സ്കാനിങ് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് റേഡിയേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോസിറ്റീവ് റേഡിയേഷൻ, നെഗറ്റീവ് റേഡിയേഷൻ. അപ്പോൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്ന ആ ഒരു റേഡിയേഷൻ ഉള്ളത് ഏതാണെന്ന് അത് നോക്കിയിട്ട് ഏത് ക്രിസ്റ്റലാണ് ഉപയോഗിക്കേണ്ടത്. പല പേരുകളിൽ അറിയപ്പെടുന്ന ക്രിസ്റ്റൽ, ഒരുപാട് തരം ക്രിസ്റ്റലുകളുണ്ട്. അപ്പോൾ ആ ക്രിസ്റ്റലുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. അത് ഞാനായിട്ട് കൊടുക്കുന്നു. നേരത്തെ എല്ലാം പണ്ട് ഒരു 5-6 വർഷം മുമ്പ് കൊടുത്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ പുറകെ പോകാനൊന്നും എനിക്ക് സമയമില്ല. പിന്നെ അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പല സംഗതി അറിയാൻ പറ്റില്ല. കാരണം പേപ്പർ വെയിറ്റ് പോലുള്ള ചില ഗ്ലാസ് ടൈപ്പ് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല. നമ്മൾക്ക് ആ സാധനം ഒരു ക്രിസ്റ്റലിൻ്റെ കയ്യിൽ എടുത്ത് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം നമ്മളിങ്ങനെ കയ്യിൽ കൊടുത്തിട്ട് എനർജി കൊടുക്കുമ്പോൾ ഇത് വൈബ്രേഷൻ ചെയ്യാൻ തുടങ്ങും. യഥാർത്ഥ ക്രിസ്റ്റൽ വൈബ്രേഷൻ ചെയ്യാൻ തുടങ്ങും. എടുക്കുമ്പോൾ തന്നെ അറിയാം, അതിലൊരു എനർജി ഉണ്ടാവും. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, പല ക്രിസ്റ്റലും ഇരിപ്പുണ്ട്. അപ്പോൾ അതിപ്പോൾ പല മാസ്റ്റേഴ്സും ഇതൊക്കെ പഠിച്ച പല മാസ്റ്റേഴ്സും അത് വിപണനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് അവരൊക്കെ പല ടെക്നിക്കാണ് ഉപയോഗിക്കുക. കാരണം അവർ നക്ഷത്രം ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ പേരും നാളും വയസ്സും ഒക്കെ പറഞ്ഞിട്ട് അവർ പ്രോഗ്രാം ചെയ്യുന്നത് തോന്നുന്നു. എൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഇതിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടുമല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ സാധനം കിട്ടിയാൽ അതനുസരിച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് തരാനായിട്ട് സാധിക്കും. ഓക്കെ, സാറ് പറഞ്ഞല്ലോ പ്രോഗ്രാമിങ് ഒന്നെങ്കിൽ 21 ദിവസം, ഉപ്പിന് വേണ്ടിയിട്ട് 21 ദിവസം, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റൽസിന് വേണ്ടിയിട്ട് 6 മാസത്തോളം വരും. 6 മാസം. അപ്പൊ സാറ് വീട്ടിൽ വന്നിട്ടാണോ ഈ ഒരു പ്രോസസ്സ് ചെയ്തു കൊടുക്കുക? വീട്ടിൽ വരാതെയും ചെയ്യാം, വീട്ടിൽ വന്നിട്ടും ചെയ്യാം. 2 രീതിയിൽ ചെയ്യാം. ഇപ്പൊ ഒരു വലിയ വീടാണ്, ഒരു 2500-3000 സ്ക്വയർ ഫീറ്റ്, 4000-5000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ മുറിയിലും എടുത്തിട്ട് നമ്മൾ ഓരോ മുറിയും സ്കാൻ ചെയ്ത് അതിന് പ്രോഗ്രാമിംഗ് എന്നാണ് പറയുക. എന്താണ് അവിടെ വേണ്ടത്, ഏത് ക്രിസ്റ്റലാണ് വെക്കേണ്ടത്. ഈ ക്രിസ്റ്റൽ അല്ലാതെ ചില ഫോട്ടോസ് വരെ നമ്മൾ വെക്കാൻ പറയുന്നുണ്ടാവും. നിങ്ങളുടെ തന്നെ ഫോട്ടോസ് എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസിന്റെ സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് പ്രസൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫർണിച്ചർ ഐറ്റംസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മുടെ കട്ടിലോ ചെയറോ, അതുപോലും അവിടെ നിങ്ങളുടെ സ്ഥാനം തെറ്റിയാണ് എങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് പ്രസൻസ് അവിടെ ഫീൽ ചെയ്യും. അപ്പൊ പല സംഭവം അങ്ങനെയുണ്ട്. അപ്പോൾ വലിയ വീടുകളുടെ ആകുമ്പോൾ നമ്മൾ നേരിട്ട് വന്നു. അപ്പൊ സ്ഥാപനങ്ങളുടെ ആണെങ്കിലും പ്രോഗ്രാം ചെയ്യാനായിട്ട് ഞാൻ പോകാറുണ്ട്. ബിസിനസ് ഇല്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഒരു ഏത് ഷോപ്പ് ആയിക്കോട്ടെ, അപ്പോൾ അവർ പറയുന്നത് ബിസിനസ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ചെയ്ത് വെക്കുന്ന ക്രിസ്റ്റലായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം. പിന്നെ അതുകൂടാതെ പല ടൂളുകളുണ്ട് അതിന്. അതെന്താണെന്ന് ആ സമയത്ത് പറയുന്നുണ്ടാവും. പിന്നെ ചെറിയ ഒരു 2000 സ്ക്വയർ ഫീറ്റിനൊക്കെ താഴെ വരുന്ന ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കോളിലൂടെ വന്നാൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് നമുക്ക് ഇത് ചെയ്തിട്ട് നിങ്ങളുടെ ആ സ്ഥാനം മാറി എന്തെങ്കിലും കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാ വസ്തുക്കൾ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റി അവിടെ പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇനി ആ വ്യക്തിക്കാണ് എങ്കിൽ പോലും കൂടുതലും വീടുകളിൽ ഞാൻ ഏതാണ്ട് ഒരു 10-30-40ഓളം വീടുകളിൽ നമ്മൾ പോയി നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ഭാര്യയും ഭർത്താവും അടുക്കളയിൽ ചെല്ലുന്ന സമയത്ത് ആണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അടി ഉണ്ടാവുന്നത്. കൂടുതലും വീടുകളിൽ ഭർത്താവ് എങ്ങാനും അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംസാരത്തിന്റെ പുറത്ത് അത്തരം പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്.
പിന്നെ രണ്ടാമതൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് വാസ്തുവായിട്ട് ബന്ധമുണ്ട്. അവിടെ വാസ്തുവിനുണ്ട്. അതായത് വാസ്തു മണ്ഡലം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വാസ്തു പുരുഷ മണ്ഡലം എന്ന് പറഞ്ഞിട്ട് വാസ്തു പുരുഷ മണ്ഡലത്തിന്റെ ഒരു ഇത് നോക്കും. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ അടുക്കളയിൽ എന്തെങ്കിലും സ്ഥാനം തെറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ സ്ഥാനത്തിന്റെ അടുപ്പ് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അടുപ്പ് ഇപ്പോൾ ഫ്ലെയിം എനർജി ഉപയോഗിക്കുന്നതുകൊണ്ട് ഫയർ എനർജി ഉണ്ട്. ഇത് രണ്ടിനാണ്, വിറകടുപ്പും മറ്റൊന്ന് രണ്ടും രണ്ടാണ്. അപ്പോൾ വിറകടുപ്പ് ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ പ്രശ്നങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് അത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും മറ്റുള്ള ഇതിനെ വെച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കുറവായി കാണാനുണ്ട്. അപ്പോൾ നമ്മളവിടെ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ചില റെമഡീസ് ഇങ്ങനെ അടുക്കളയിൽ തന്നെ വെക്കാൻ പറ്റുന്ന ചില സംഗതികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതുപോലെ സ്ഥാനത്തിൻ്റെ നമ്മുടെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള പ്രദേശങ്ങൾക്കനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ കന്നിമൂലയുടെ പ്രശ്നം കൊണ്ടുണ്ടാവാം, അഗ്നിമൂലയുടെ പ്രശ്നം കൊണ്ടുണ്ടാവാം, വായുകോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം, ഈശാനകോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. അവിടെ എന്ത് വരണം എന്ത് വരണ്ട ഇതെല്ലാം പറയുമ്പോൾ പല ആളുകളും ഇതൊന്നും നോക്കിയിട്ടൊന്നും ആരും വീട് പണിയില്ലാന്ന്. പക്ഷെ ശാസ്ത്രീയമായിട്ടത് നോക്കും. ആ ചേഞ്ചസ് നിങ്ങൾക്ക് വലിയ ചിലവൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. ഞാനിതിന് ഫീസ് മേടിക്കുന്നുണ്ടാവും. പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു വീട്ടിൽ വന്നാൽ കൂടുതലാണ്, ഇവിടെ ഇരുന്ന ആൾ ചെയ്തതിന് ഞാൻ ഫീസ് മേടിക്കുന്നുണ്ടാവും. പക്ഷെ അതവിടെ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. സാർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അടുക്കളയിലും അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഹാളിൽ ഒക്കെ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഭർത്താക്കന്മാരുടെ ഇടയിൽ ബെഡ്റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ. അപ്പൊ അതായിട്ട് എങ്ങനെയാണ്, അതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? അത് കൂടുതലും ഈ ഓരോ ബെഡ്റൂമിന് ഒരു കളറുണ്ട്, കളർ തെറാപ്പിയിൽ വരുന്നതാണ് അത്. ഇപ്പൊ കളറ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ജനലിൽ ഒരു കർട്ടൻ ധരിക്കുമ്പോൾ അത് ഇന്ന കർട്ടൻ, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലുകളൊക്കെ കാണാം പച്ച നീലയൊക്കെ ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നറിയാമോ? അതിന് ആ കളർ വെറുതെ വെച്ചിരിക്കുന്ന നല്ലത്. ആ കളറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ചുമപ്പിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ, വെള്ളയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, കറുപ്പിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ ചെറിയൊരു മാറ്റം, നമ്മളിപ്പോൾ ജനലിൽ അവർ വെച്ചിരിക്കുന്ന കർട്ടൻ റെഡ് ആണ് എങ്കിൽ അത് ഫയർ ഇതിൽ വരുന്നതാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഒരു ബെഡിൽ ഉപയോഗിക്കേണ്ട അത് എന്താണ്, അവിടെ ഉപയോഗിക്കേണ്ട ക്ലോത്ത്, ബെഡ്ഷീറ്റ് എന്താണ്, അത് നമുക്ക് അത് കണ്ടെത്തി അവരുടെ പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കി അത് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ പ്രോഗ്രാം ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം പ്രശ്നം രൂപപ്പെടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പല സമയത്തും ഇപ്പം ഈ NPD പോലെയുള്ള രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉള്ള ആളുകൾ അവർ വന്ന് കയറുമ്പോഴേ ഉണ്ടാവും. ഒരു വിവാഹം കഴിച്ച് ഒരു 25 or 26 വയസ്സിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഒരു യുവാവ് 30 വയസ്സിൽ വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഇതുവരെ പരിചയമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതിവിടെ വാസ്തു കൊണ്ട് മാത്രം ആവണമെന്നില്ല. അവരുടെ മാനസിക തലം അവരേത് തരക്കാരിയാണെന്ന് അറിയാതെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരക്കാരനാണെന്ന് അറിയാതെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കേണ്ട ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്. പക്ഷെ വേറെ ഒരു സംഭവം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു വാസ്തു സംബന്ധമായിട്ട് ചെറിയൊരു പ്രശ്നം ഉള്ള സ്ഥലത്താണെങ്കിൽ അവരിലേക്ക് വന്ന് ചേരാവുന്നതും അവിടത്തെ എന്താണോ അല്ലെ അവിടുത്തെ ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണെങ്കിൽ ആ ഒരു നെഗറ്റീവ് പ്രസൻസ് ഉള്ള ഒരാളല്ലേ വീട്ടിലേക്ക് വന്നു ചേരുക. ചില നായ്ക്കളും പൂച്ചകളൊക്കെ അങ്ങനെയാ. നമ്മൾ കണ്ടില്ലേ, ചില നായ്ക്കൾ വന്നു കയറിയാൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും അത് മരണപ്പെടുക, കൊല്ലപ്പെടുക. അപ്പൊ അവിടെ എന്തോ ഒരു ചില പൂച്ച പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ പൂച്ച അന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ, അത് ചത്തുപോയാൽ അതവിടെ വലിയൊരു ദോഷത്തെയാണ് ഉള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ അത് വേറൊരു ഗുണമുണ്ട്, നമ്മളിൽ വന്ന് ഭവിക്കേണ്ട ഒരു പ്രശ്നത്തെ അത് മാറ്റിയെന്ന് വേണം പറയാൻ. പക്ഷെ അവിടെ അപ്പോഴും ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും അതെന്താണെന്ന് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. അപ്പൊ ഈ ബെഡ്റൂമിൽ പറയുമ്പോൾ ഒരു റെമഡി ഉപ്പൊക്കെ വെക്കുന്നതും ഈ കർട്ടൻ പോലെ മാറ്റുന്നതും അവിടെ ചെറിയ മാറ്റങ്ങൾ. ഇപ്പൊ റൂമിന്റെ കളറുകൾ ചിലപ്പോൾ ഭിത്തിയിലേക്ക് കറുപ്പ് കൊണ്ടുവന്ന് അടിക്കാതിരിക്കുക, ആഷ് കളർ കൊണ്ടുവന്ന് അടിക്കാതിരിക്കുക. അപ്പോൾ റൂമിന് ഓരോ വീടിന് ഓരോ കളറുകളുണ്ട്. ആ കളറൊക്കെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഫ്രണ്ട് ഏരിയയിലാണെങ്കിൽ നമ്മൾ ഒരു കളറുണ്ട്, ആ കളറാണ് അവിടെ അടിക്കേണ്ടത്. ഉള്ള് റൂമുകളിൽ അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ കളർ അവിടെ കൊടുക്കുമ്പോൾ അതിൻ്റെ കോമ്പിനേഷനിൽ നമുക്കൊരു ടോട്ടലി ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓരോ വ്യക്തികളുടെയും നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ജാതക പ്രകാരമാണോ? അല്ലല്ല, ജാതകം നക്ഷത്രം ഇവിടെ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഓറയിൽ
എടുക്കുന്ന എനർജി ലെവൽ നോക്കിയിട്ടാണ് പറയുക. കാരണം നക്ഷത്രമായിട്ട് യാതൊരു കണക്റ്റും ഇല്ല. ബന്ധമില്ല. അത് വേറെ സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തിൽ അതില്ല. ഓക്കെ ഓക്കെ.